നമസ്കാരം. മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ചർച്ച ചെയ്യുന്നത് ഇൻഫെർട്ടിലിറ്റി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി വിഭാഗം ഡോക്ടർ ശ്രീലക്ഷ്മി ആർ നായരാണ്. നമസ്കാരം മാം. നമസ്കാരം. ഈ വന്ധ്യതയ്ക്ക് നമ്മൾ ചികിത്സ തേടേണ്ടത് എപ്പോഴാണ് ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വന്ധ്യത എന്ന് നമ്മൾ പറയുമ്പോൾ, അതായത് ഒരു സ്ത്രീയും പുരുഷനും ദമ്പതിമാർ ഒരുമിച്ച് ഒരു വർഷത്തിലേറെ ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആകാത്ത ഒരവസ്ഥ എത്തുമ്പോൾ തീർച്ചയായിട്ടും വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റിന് വരേണ്ടതാണ്. പക്ഷേ ഈ ഒരു വർഷം എന്നുള്ളത് ഒരു ഫിക്സഡ് കാലാവധിയല്ല. കാരണം പല പേഷ്യൻസിനും പല രീതിയിലുള്ള കാരണങ്ങളാണ്. പ്രായം ഒരു പ്രത്യേക ഘടകമാണ് ഇതിൽ. ഇപ്പോൾ സ്ത്രീയുടെ ഏജ് 35 വയസ്സിന് മുകളിലാണെങ്കിൽ അവർ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊരു 6 മാസം ട്രൈ ചെയ്തിട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ധ്യതയുടെക്കായി ചികിത്സ തേടേണ്ടതാണ്. കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ അവരുടെ ഏജ് അനുസരിച്ചിട്ട്, അതായത് ഒരു ഫെർട്ടിലിറ്റി ഒരു പീക്ക് എന്ന് പറയുന്ന 20 to 25, 30 ഇയേഴ്സ് ആണ് ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു പീരീഡാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 30 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു റാപ്പിഡ് ആയിട്ടാണ് ഈ ഫെർട്ടിലിറ്റി കുറയുന്നത്. അപ്പോൾ 35 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നോർമലി തന്നെ പ്രഗ്നൻസി ആകാനുള്ള ചാൻസസ് കുറയും. അതുകൊണ്ട് ഒരു 6 മാസം അവർ ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വേറെ എന്തെങ്കിലും കാരണത്താൽ അവർ ടെസ്റ്റുകൾ ചെയ്യുമ്പം പുരുഷന്മാരിലാണെങ്കിൽ സെമൻ അനാലിസിസ് എന്തെങ്കിലും നോക്കുമ്പോൾ കൗണ്ട് കുറവാണെങ്കിൽ, സ്ത്രീകളുടെ ട്യൂബിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ളത് ഒരു സ്പെസിഫിക് റീസൺ ആണ് പ്രഗ്നൻസി ആകാത്തതിൻ്റെ. അങ്ങനെയുള്ളവർ ഒരു വർഷം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ഉള്ള ഒരു സമൂഹത്തിൽ പൊതുവെ ഈ ഇൻഫെർട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ഇൻഫെർട്ടിലിറ്റി എങ്ങനെയാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്? അതായത് ഇപ്പോഴത്തെ പുതിയതായിട്ട്, അതായത് WHO, അതായത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 10%-ലേറെ ദമ്പതിമാരാണ് ഇൻഫെർട്ടിലിറ്റി കൊണ്ട് വലയുന്നത്. അതിലെ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ അതിൽ 1% ആൾക്കാർ മാത്രമാണ് ചികിത്സ തേടുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു അവലോകനം ഒരു ജനങ്ങളിൽ എത്തിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കാരണം ഈ ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ കാരണം ഒരു 20 വർഷം മുമ്പുള്ള അല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം നമ്മുടെ ജീവിതശൈലികൾ മാറി, നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങളുടെ മാറി, ക്രമം ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ, സ്ട്രെസ്സ്, ഇതെല്ലാം തന്നെ ഇൻഫെർട്ടിലിറ്റി കാരണമാകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ലേഡീസിൻ്റെ കാര്യം എടുത്താൽ തന്നെ പണ്ടൊന്നും PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് വളരെ വളരെ റെയറായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ OP ഇരിക്കുമ്പോൾ വരുന്ന ഒരു 50%-ലേറെ ലേഡീസും PCOS കൊണ്ട് വലയുന്നവരാണ്. അതിൻ്റെ ഒരു പ്രധാന PCOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് കൂടി വരാനുള്ള ഒരു പ്രധാന കാരണം ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ്. ഫുഡ് സ്റ്റൈലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വ്യായാമമില്ലായ്മ. കാരണം ഇപ്പോൾ ആർക്കും സമയമില്ല. കുട്ടികൾ നമ്മൾ 19 വയസ്സ് 18 വയസ്സ് ഈ പീരീഡ്സ് അറ്റൈൻ ചെയ്തതിന് ശേഷം തന്നെ അപ്പോഴത്തേക്ക് എൻട്രൻസ് അങ്ങനെ പല ഇതിലോട്ട് അവർ തിരിയുന്നത് കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസ് കിട്ടുന്നില്ല. പിന്നെ ഫുഡാണെങ്കിൽ ജങ്ക് ഫുഡ് ഐറ്റംസ് ആണ് എല്ലാവരും ഇപ്പോൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ്, ഇതെല്ലാം കൂടെ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു. ആദ്യം PCOSൽ പീരീഡ് ഇറഗുലർ ആവുന്നു, പിന്നീട് ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഓവുലേഷനെ ബാധിക്കുകയും പിന്നെ പ്രഗ്നൻസി കിട്ടാതെ വരുന്നു. അതുപോലെ തന്നെയാണ് പുരുഷന്മാരിലുള്ളത്. അമിതവണ്ണം, വ്യായാമക്കുറവ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതെല്ലാം തന്നെ സ്പേം കൗണ്ട് കുറയാനും മോട്ടിലിറ്റി കുറയാനും കാരണമാകും. സ്ത്രീകളിലും ഇപ്പോൾ ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷൻ കൂടുന്നുണ്ട് ഇപ്പോഴും. അതും ഈ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു. ഇപ്പം മാം പറഞ്ഞല്ലോ ഈ സ്ട്രെസ്, അതുപോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ഇതൊക്കെ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. ഇതെങ്ങനെയാണ് ശരിക്കും ഈ ഇൻഫെർട്ടിലിറ്റിക്ക് ഈ 2 ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്? എങ്ങനെയാണിത് ഈ ഒരു വേയിലേക്ക്, ഈ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നമ്മളെ നയിക്കുന്നത്, നമ്മുടെ ഈ ഹാബിറ്റ്സ്? അതായത് ഈ സ്ട്രെസ്സ് കൂടുമ്പം, അതായത് നമ്മുടെ സ്ട്രെസ് ലെവൽസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഹോർമോൺസിൻ്റെ അളവുകൾ കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ലേഡീസിൽ തന്നെ ആണെങ്കിൽ സ്ട്രെസ് ലെവൽ കൂടുന്ന അനുസരിച്ചിട്ട്
ഞാൻ PCOD വെച്ച് പറയുകയാണെങ്കിൽ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ഇൻസുലിൻ ഹോർമോണിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുകയും മെയിൽ ഹോർമോൺസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും പിന്നെ അങ്ങനെ അനോവുലേഷൻ, അതായത് അണ്ടവിസർജനം, ഓവുലേഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടക്കാതെ വരികയും ചെയ്യുന്നു. പിന്നെ വേറൊരു ഇതിന് സ്ട്രെസ്സ് കൂടുന്ന അനുസരിച്ചിട്ട് അത് നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ പലപ്പോഴും OP-യിൽ കാണുന്നതാണ്. ഇപ്പോൾ എൻട്രൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമിന് തയ്യാറാക്കുന്ന കുട്ടികളുടെ അമ്മമാർ വരും, മോൾക്ക് ഇപ്പോൾ പീരീഡ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ആ സ്ട്രെസ് ലെവൽ കൂടുന്ന അനുസരിച്ച് ഹോർമോൺ ഇംബാലൻസ് വരികയും ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യുന്നില്ല. പിന്നെ സ്ട്രെസ് കൂടുന്ന അനുസരിച്ചിട്ട് ഓവർ ഈറ്റിങ്ങും കൂടും. കാരണം ചിലർ ഈ സ്ട്രെസ് മറികടക്കാൻ അവർ ഉപയോഗിക്കുന്നത് ഫുഡ് കൂടുതലായിട്ട് കയ്യിൽ കിട്ടുന്ന അപ്പോൾ കഴിക്കുക, അങ്ങനെയുള്ള. പിന്നെ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാത്തില്ല, അങ്ങനെ ഒബീസ് ആവും, ഇൻഫെർട്ടിലിറ്റി കാണും. അത് രണ്ടുപേരിലും അത് ഭാഗമാണ്, ലേഡീസിലും അതുപോലെ തന്നെ ജെൻസിലും ഇത് ഒരുപോലെയാണ്. കാരണം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഹോർമോണൽ ചേഞ്ചും വരും, അതുപോലെ തന്നെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഓവർ ഈറ്റിംഗ്, ഒബിസിറ്റി, ഇതെല്ലാം തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട്, അതായത് ഈ സ്ട്രെസ് അതുപോലെ ഈ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കാരണമുള്ള ഈ ഇൻഫെർട്ടിലിറ്റിയിൽ നിന്ന് നമ്മൾ ഒന്ന് പുറത്തേക്ക് വരാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കൗൺസിലിംഗ്, ഫുഡ് ഹാബിറ്റ്സും അതുപോലെ എങ്ങനെ നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിന് ഏറ്റവും വേണ്ടത് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ് ആണ്. അതായത് നമ്മൾ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു ഭാഗമാണ് പ്രോപ്പറായിട്ട് അവരെ കൗൺസിൽ ചെയ്യുക. കാരണം അതിൻ്റെ ഈ ദൂഷ്യത്തെ പറ്റി, ഇപ്പോൾ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇതിൻ്റെ ഇൻഫെർട്ടിലിറ്റി, അത് അവരോട് പറഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ടൊരു ഡയറ്ററി അഡ്വൈസ് കൊടുക്കും. പ്രോപ്പറായിട്ടുള്ള ഫെർട്ടിലിറ്റി ഡയറ്റ് അല്ലെങ്കിൽ PCODക്ക് ഇന്ന ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കാലറി റെഡ്യൂസ് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ കൂടുതലുള്ള ഫൈബർ റിച്ച് ഫുഡ്. എനിക്ക് തോന്നുന്നു കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഇപ്പൊ മലയാളികളുടെ ഒരു ഫുഡ് സ്റ്റൈൽ വെച്ചിട്ട് ചോറ് നമ്മളൊക്കെ 2 നേരം അല്ലെങ്കിൽ 3 നേരം ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. അതിലൊക്കെയാണ് പ്രശ്നം വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ PCOS കേസസ് നമ്മളിൽ കാണുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ ആവശ്യമില്ല, ഇൻടേക്ക് വേണ്ട. അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ പ്രോട്ടീൻ കൂടുതലുള്ളതും ഫൈബർ നാരുകളുള്ള ഫുഡ്, ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് അധികം കൂടാതിരിക്കുകയും എന്നാൽ ബോഡി സ്ട്രെങ്ത് കിട്ടുകയും അതിനൊപ്പം തന്നെ ഈ ബേസിക്കലി ഒരു 5 to 10% നമ്മുടെ ഇപ്പോൾ ഉള്ള വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കുകയും വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ലാതെ പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് അവരെ കൗൺസിൽ ചെയ്യണം, ഡയറ്ററി അഡ്വൈസ് കൊടുക്കണം, എക്സസൈസ് എങ്ങനെ ചെയ്യണമെന്ന് പറയും. ഒരു ദിവസം അവർ ഫിക്സഡ് ടൈം ടേബിൾ വെച്ചിട്ട് ഇത്ര മിനിറ്റ്സ് പെർ ഡേ, നമ്മൾ പറയുന്നത് 75 minutes പെർ വീക്ക് ഹെവി എക്സസൈസ് അല്ലെങ്കിൽ മോഡറേറ്റ് ടു ഹെവി എക്സസൈസ്, അങ്ങനെയുള്ള ഒരു ചിട്ടയായ ഒരു ലൈഫ് സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള രണ്ടുപേരും ലേഡീസിലാണെങ്കിൽ ഓവുലേഷനും. ഈ ഹെവി എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ വാക്കിംഗ് അതൊന്നും അല്ലാതെ കുറച്ചും കൂടി വാക്കിംഗ് ഉണ്ട്. പിന്നെ വാക്കിംഗ് ഹെവി അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്സ് അനുസരിച്ചിട്ട്, അതായത് അല്ലെങ്കിൽ സൈക്ലിംഗ്, അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യാം, സ്വിമ്മിങ്, സൈക്ലിംഗ്, ഇതെല്ലാം തന്നെ ഓരോ എക്സസൈസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ PCOD തന്നെയാണോ എൻഡോമെട്രിയോസിസ്, അതോ അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും? എൻഡോമെട്രിയോസിസ് വേറൊരു എൻറ്റിറ്റിയാണ്. PCOSൽ നമ്മൾ പറഞ്ഞതുപോലെ ഓവുലേഷൻ്റെ പ്രശ്നം കൊണ്ട്, അതായത് പ്രോപ്പറായ കൃത്യസമയത്ത് ഒരു 14th day ആണ് നോർമൽ ലേഡീസിന് ഓവുലേഷൻ നടക്കേണ്ടത്. അത് നടക്കാത്ത അവസ്ഥയിലാണ് പിന്നെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ ചേഞ്ചസ് വരുന്ന അവസ്ഥയാണ് PCOSലോട്ട് നയിക്കുന്നത്. അതേസമയം എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് അതായത് ഈ പീരീഡിൻ്റെ സമയത്ത് നോർമലി നമ്മൾ മെൻസ്ട്രൽ ബ്ലഡ് പുറത്ത് വരുന്നത് പോലെ തന്നെ ഈ ട്യൂബ് വഴി അത് ചില സെൽസ്, അതായത് എൻഡോമെട്രിയൽ സെൽസ് മറ്റു ഭാഗത്ത്, അതായത് ഓവറിയിലും അല്ലെങ്കിൽ മറ്റു പെരിറ്റോണിയൽ ഏരിയ, അങ്ങനെയുള്ള ഏരിയകളിൽ ചെന്ന് ഈ മെൻസ്ട്രൽ ബ്ലഡ് വീഴും. അങ്ങനെ എൻഡോമെട്രിയോസിസിന് സസെപ്റ്റബിൾ ആയിട്ടുള്ളവരിൽ ആ സെൽസ് അവിടെ കിടന്ന് വളരും. അത് കാലക്രമേണ ഒട്ടിപ്പിടിക്കില്ല, അതിൽ അഡ്ഹെഷൻസ് ഫോം ചെയ്യുക. അതായത് ഓർഗൻസ്, ഇപ്പോൾ ബൗവലാണെങ്കിൽ ഓവറി യൂട്രസിനോട് ഒട്ടിയിരിക്കുക, ട്യൂബ് ബ്ലോക്ക് ആകുക, ട്യൂബൽ ഫ്ലൂയിഡ് വന്നിട്ട് ട്യൂബ് ഡാമേജ് ആകുക, ഇതൊക്കെയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, അതായത് നോർമൽ ഒരു ലേഡിയിൽ നോർമലായിട്ട് പ്രഗ്നൻസി ആകണമെങ്കിൽ ആ അനാറ്റമി നോർമൽ ആയിരിക്കണം. അതായത് യൂട്രസ്, ട്യൂബ് രണ്ടും, ഓവുലേഷൻ നടക്കുമ്പോൾ
ആ സെയിം സൈഡിലെ ട്യൂബ് ആ ഓവത്തെ പിക്ക് ചെയ്യണം. അത് എൻഡോമെട്രിയോസിസിൽ നടക്കില്ല, കാരണം ഈ ഒട്ടിപ്പിടിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ട്യൂബിൻ്റെ ആ ഫ്രീ മൊബിലിറ്റി അങ്ങ് പോകും. അപ്പം ഓവുലേഷൻ ആണെങ്കിൽ നടന്നാൽ തന്നെ അതിന് ആ ഓവത്തെ പിക്ക് ചെയ്യാൻ ട്യൂബിന് പറ്റത്തില്ല. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കിടക്കുവാണെങ്കിലും ഈ ട്യൂബൽ ഡാമേജ് വരും. അപ്പോൾ ആ ട്യൂബിൻ്റെ ഫങ്ഷൻ അവിടെ പോകും. അപ്പോൾ ഈ ഓവുലേറ്റ് ആവുന്ന എഗ്ഗ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഈ അനാറ്റമി ഡിഫിക്കൽട്ട് ആവുന്നതനുസരിച്ചിട്ട് എന്തായിരിക്കും ഇതിനൊരു കോസ് എന്തായിരിക്കും ഇങ്ങനെ ഈ എൻഡോമെട്രിയോസിസ് വരാനായിട്ടുള്ളത്? ഈ ബ്ലഡ് ഇങ്ങനെ അനാറ്റമിക്കൽ, അതായത് യൂട്രൈൻ ചില ഓർഗൻസ്, അതായത് മുള്ളേറിയൻ ഓർഗൻസിന് അബ്നോർമാലിറ്റീസ് വരുവാണെങ്കിൽ, മെൻസ്ട്രൽ ബ്ലഡ് ഒബ്സ്ട്രക്ഷൻ താഴെ വരുവാണെങ്കിലൊക്കെ ബ്ലഡ് റിട്രോഗ്രേഡ് വഴി പോകാം, തിരികെ വരാം. പിന്നെ ജനറ്റിക് കമ്പണൻറ്റും ഉണ്ട് ഇതിനകത്ത്. പല തിയറീസ് ആണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. മോസ്റ്റ് കോമൺലി ഈ രണ്ടെണ്ണമാണ് പറയുന്നത്. മാം, നമ്മുടെ ഈ IVF, ICSI, അതുപോലെ IMSI തുടങ്ങിയ നൂതനമായ ചികിത്സാ രീതികളുണ്ടല്ലോ, ഇവയെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? നമ്മളിപ്പോൾ ഇത്രയും നേരമായിട്ട് ഇൻഫെർട്ടിലിറ്റിയെ പറ്റി പറഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ, പ്രധാനപ്പെട്ട കാരണങ്ങൾ എവയാന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഈ ഇൻഫെർട്ടിലിറ്റിക്കുള്ള ഒരു ആധുനിക ചികിത്സാ രീതികളാണ് ഈ പറഞ്ഞ IVF, ICSI അഥവാ ICSI, പിന്നെ IMSI എന്ന് പറയുന്ന IMSI എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഈ IVF ഒക്കെ തുടങ്ങിയ കാലത്ത്, അതായത് IVF എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമലി ഒരു ബോഡിക്കുള്ളിൽ നടക്കേണ്ട ഫെർട്ടിലൈസേഷൻ നമ്മൾ ആർട്ടിഫിഷ്യലി ലാബിൽ നടത്തുന്നു. അതായത് ലേഡിയുടെ എഗ്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ മെച്ചർ oocytes എടുത്ത് ഹസ്ബൻഡ് സ്പേംസുമായി കൾച്ചർ ഡിഷിലിട്ട് അത് നമ്മൾ ലാബിൽ ഫെർട്ടിലൈസ് ആക്കും. എന്നിട്ട് അത് എംബ്രിയോ ആയതിനു ശേഷം പിന്നെ യൂട്രസിനകത്തോട്ട് നിക്ഷേപിക്കുന്നതാണ് IVF ചികിത്സ. ഇതിന്റെ നാച്ചുറലി നടക്കേണ്ട ഒരു പ്രോസസ്സ് മെയിലിന്റെയും ഫീമെയിലിന്റെയും നമ്മൾ ഔട്ട്സൈഡ് ലാബിൽ ഗ്യാമേറ്റ്സ് പുറത്തെടുത്തിട്ട് ലാബിൽ സ്റ്റെറൈൽ കണ്ടീഷൻസിൽ ബോഡിയുടെ ആ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ നമ്മൾ ലാബിൽ ആ എംബ്രിയോ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ഒരു Day 5 ഗ്രോത്ത് ഒക്കെ, യൂഷ്വലി Day 3 അല്ലെങ്കിൽ Day 5 ഗ്രോത്ത് എത്തുമ്പോൾ തിരിച്ചത് നമ്മൾ യൂട്രസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് IVF. ഈ IVFന്റെ അടുത്തൊരു സ്റ്റെപ്പ്, ഒരു അഡ്വാൻസ്ഡ് ഇതാണ് ICSI അഥവാ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ എന്ന് പറയും. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ oocyte-നകത്ത്, മെച്ചർ oocyte-നകത്തോട്ട് സ്പേം ഡയറക്ട്ലി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ കൾച്ചർ ഡെഫിനറ്റ്ലി വേണം. മറ്റേന്ന് വെച്ചാൽ തന്നെ സ്പേംസ് ആ oocyte-നകത്തോട്ട് കയറി ഫെർട്ടിലൈസ് ആകണം. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ ചാൻസസ് ഓഫ് അതായത് ഫെർട്ടിലൈസേഷൻ കൂടുതലായിരിക്കും. ഫെർട്ടിലൈസേഷൻ റേറ്റ് കൂടുതൽ, എഗ്സ് നമുക്ക് ഫെർട്ടിലൈസ് അഡ്വാൻസ് ആകും. അപ്പോൾ കൂടുതൽ എംബ്രിയോ ഫോം ചെയ്യാനും കൂടുതൽ സക്സസ് റേറ്റിനും ICSI സഹായിക്കുന്നു. എസ്പെഷ്യലി മെയിൽ ഫാക്ടർ, അതായത് മെയിൽസിൻ്റെ മോട്ടിലിറ്റി കുറവാണെങ്കിൽ, സ്പേംസിൻ്റെ മോട്ടിലിറ്റി കുറവാണെങ്കിൽ ഈ ICSI ആയിരിക്കും ഏറ്റവും. ആബ്സെൻറ്റ് മോട്ടിലിറ്റി ആണെങ്കിൽ പോലും നമുക്കതിൽ മോട്ടിലിറ്റി ഇൻഡ്യൂസ് ചെയ്തിട്ട് ICSI ചെയ്യാൻ പറ്റും. ഇതാണ് ICSI ട്രീറ്റ്മെൻറ്റ്. ഇത് നമ്മളൊരു 200 മാഗ്നിഫിക്കേഷൻ മൈക്രോസ്കോപ്പി കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് സ്പേം നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടുത്തൊരു അഡ്വാൻസ്ഡ് ലെവലാണ് IMSI. അതായത് മോർഫോളജിക്കലി നമ്മൾ സ്പേംസ് സെലക്ട് ചെയ്യും. ആദ്യം തന്നെ അതായത് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു 200 to 400 മാഗ്നിഫിക്കേഷന് പകരം ഇവിടെ ഒരു 6000 മാഗ്നിഫിക്കേഷനിലാണ് നമ്മൾ സ്പേംസ് സെലക്ട്. അപ്പോൾ അതിൻ്റെ ഹെഡ്, ഓരോ സ്പേംസിൻ്റെ ഭാഗം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എവിടെയാണോ ഡിഫക്റ്റ് അങ്ങനെയുള്ള സ്പേംസ് മാറ്റി ബെസ്റ്റ് സ്പേം സെലക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് IMSI. ഇതൊക്കെ എസ്പെഷ്യലി മെയിൽ ഇൻഫെർട്ടിലിറ്റി, അതായത് ആബ്സെന്റ് മോർഫോളജി ഭയങ്കരമായി അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ പല പ്രാവശ്യം ഇപ്പോൾ IVF ചെയ്തിട്ട് നെഗറ്റീവ് ആകുന്ന കേസിൽ എംബ്രിയോ നല്ല രീതിയിൽ ഫോം ആകുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് അവലംബിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളതാണ് ഈ IMSI ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IVF-ന് മുമ്പേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് IUI ട്രീറ്റ്മെന്റ്. അതിനുശേഷമാണ് IVF-ലാണ് ഓരോ റീസൺ, ഒരു കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ മോഡ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം IUI എന്ന് പറഞ്ഞാൽ ഇൻട്രായൂട്രൈൻ
ഇഞ്ചെക്ഷൻ, അതായത് ഹസ്ബൻഡ് സ്പേംസ് നമ്മൾ ലാബിൽ പ്രോസസ്സ് ചെയ്തിട്ട് അതിലെ ഡെഡ് സ്പേംസ് എല്ലാം മാറ്റും. എന്നിട്ട് ആക്റ്റീവ് മോട്ടൈൽ സ്പേംസ് മാത്രം നമ്മൾ നേരെ യൂട്രസിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് IUI പ്രൊസീജിയർ. അപ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നമ്മൾ ലാബിൽ ചെയ്യുന്നില്ല, അതായത് ജസ്റ്റ് യൂട്രസിനകത്ത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാന്നേ ഉള്ളൂ. അവിടെ ഫെർട്ടിലൈസേഷൻ എല്ലാം നോർമലി ലേഡിയുടെ യൂട്രസിന് നടക്കുന്നത്. അതുകൊണ്ട് IUIയുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് IVFനെ അപേക്ഷിച്ച് കുറവായിരിക്കും. പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം മെയിൽസിന് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിലിന് മോട്ടിലിറ്റി കൗണ്ട് കുറവാണ് എങ്കിൽ നമുക്ക് ഈ IUI സജസ്റ്റ് ചെയ്യാം. പിന്നെ പല പ്രാവശ്യം PCOSലൊക്കെ ആണെങ്കിലും പല പ്രാവശ്യം അവർ നോർമലി ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്ത് നോക്കിയിട്ട് ആകുന്നില്ല എങ്കിൽ IUI ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാം. അതോടൊപ്പം തന്നെ മുമ്പ് ഞാൻ സംസാരിച്ചുള്ള എൻഡോമെട്രിയോസിസിൽ ഏർലി എൻഡോമെട്രിയോസിസിലൊക്കെ തന്നെ IUI ട്രീറ്റ്മെൻറ്റ് നോക്കാവുന്നതാണ്. ഈ എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ് അത് റിക്കവർ ആവുന്നത്? അതിന് സർജറി ആണോ? എങ്ങനെയാണ് അത് ഹീലാവുന്നത്? എങ്ങനെയാണ്? ഈ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ എൻഡോമെട്രിയോസിസിൽ ആ നോർമൽ അനാറ്റമി അങ്ങ് ഡിസ്റ്റോർട്ടഡ് ആവും. അപ്പോൾ ആ നോർമൽ അനാറ്റമി റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതിന് കീഹോൾ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ഒരു മേജർ റോളുണ്ട്. അതായത് നമുക്ക് ലാപ്രോസ്കോപ്പി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ ഒരു മേജർ റോൾ ഉണ്ടല്ലോ ലാപ്രോസ്കോപ്പി. തീർച്ചയായിട്ടും ലാപ്രോസ്കോപ്പിക്ക് അതായത് അനാറ്റമി ഫസ്റ്റ് ഓഫ് ഓൾ ഈ എൻഡോമെട്രിയോസിസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഈ അഡ്ഹഷൻസ്, ഈ ഒട്ടിപ്പിടുത്തലുകളെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളതൊക്കെ കറക്റ്റ് ചെയ്ത് ട്യൂബൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് റീകാനലൈസ് ചെയ്ത് ബ്ലോക്ക് മാറ്റാനും, ഓവറീസിൽ സിസ്റ്റ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റ് മാറ്റാനും ഒക്കെ ലാപ്രോസ്കോപ്പി സഹായകരമാണ്. അത് എൻഡോമെട്രിയോസിസിൻ്റെ. അല്ലാതെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു റീസണിലെ ട്യൂബൽ സ്റ്റെറിലൈസേഷൻ ചെയ്ത ആൾക്കാർ പോലും പിന്നീട് ഒരു കുട്ടി വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ട്യൂബ് രണ്ട് യോജിപ്പിക്കാൻ പറ്റും. റീകാനലൈസേഷൻ പ്രൊസീജിയർ ചെയ്യാം. അതോടൊപ്പം തന്നെ PCOS പല പ്രാവശ്യം നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, എത്ര മരുന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും പ്രോപ്പർ ഓവുലേഷൻ നടക്കുന്നില്ല, ഭയങ്കര കൂടിയ PCOD ഒക്കെ ആണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ഓവറിയൻ ഡ്രില്ലിംഗ് ഉണ്ട്. ചെറിയ ഒരു പങ്ക്ചർ പോലെ നമുക്കത് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു യൂസ് ലാപ്രോസ്കോപ്പിയുടെ. പിന്നെ പുതിയ നമ്മുടെ ASRM ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ഒരു കപ്പിൾ 3 വർഷത്തോളം നോർമലി ട്രൈ ചെയ്തിട്ട് ആകുന്നില്ല എങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്യണം എന്നാണ് പുതിയ ഇത്. കാരണം നമ്മൾ സ്കാൻ ചെയ്താൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഏർലി എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്രൈൻ ക്യാവിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പിയിൽ അറിയാൻ പറ്റി അത് സെയിം സിറ്റിങ്ങിൽ തന്നെ കറക്റ്റ് ചെയ്യാനും പറ്റും. അതാണ് ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജ്. പിന്നെ ഫൈബ്രോയിഡ്സ്, ചെറിയ ഫൈബ്രോയിഡ്സ് യൂട്രൈൻ ക്യാവിറ്റിക്കകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്രൈൻ ക്യാവിറ്റിക്കകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റി, സെപ്റ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി, ഹിസ്റ്റോസ്കോപ്പി ചെയ്ത് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് നോർമൽ പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുന്നു. ഈ ലാപ്രോസ്കോപ്പിക്ക് ഈ മറ്റേ ഓപ്പൺ സർജറി പോലെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മുറിവുകളൊന്നും ഉണ്ടാവില്ല? ഇല്ല, നമ്മൾ ഫെർട്ടിലിറ്റിയിൽ ലാപ്രോസ്കോപ്പിയാണ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ അഡ്ഹഷൻസും ഉണ്ടാവും. അത് വീണ്ടും അനാറ്റമിയെ ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പി മിനിമലി ഇൻവേസീവ് ആണ്, ഡേ കെയർ ആണ്. രാവിലെ വന്നാൽ വൈകുന്നേരം പേഷ്യൻറ്റിന് വീട്ടിൽ പോകാം. സ്കാർ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല, ജസ്റ്റ് 1 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. മിനിമൽ പെയിൻ ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ഈസി ആയിരിക്കും, കാരണം വോമിറ്റിംഗ് അങ്ങനെയുള്ള റെസ്റ്റ്, അതിൻ്റെ വോമിറ്റിംഗ് ഉണ്ടാകത്തില്ല, റെസ്റ്റിൻ്റെ ആവശ്യമില്ല, ബാക്ക് ടു വർക്ക് എല്ലാം വളരെ കംഫർട്ടബിൾ ആയിരിക്കും ലാപ്രോസ്കോപ്പിയിൽ. PGT ടെസ്റ്റ് അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അതെപ്പോഴാണ് ചെയ്യുന്നത്? അതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ടോ? അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാം. PGT അഥവാ നമ്മൾ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റ് തന്നെയാണ് പറയുന്നത്. അതായത് ഈ IVF ചെയ്ത് നമ്മൾ ICSI ചെയ്തിട്ട് എംബ്രിയോ ആക്കും. ഈ എംബ്രിയോ ആണ് നമ്മൾ യൂട്രസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ഈ എംബ്രിയോയിൽ ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യാൻ നമുക്ക് കഴിയും ഇപ്പോഴത്തെ അഡ്വാൻസ് ടെക്നിക്ക് അനുസരിച്ചിട്ട്. ആ ഒരു എംബ്രിയോ ബയോപ്സി എടുത്ത് അതിൻ്റെ ജനറ്റിക് ഇവാലുവേഷൻ നടത്തുന്നതിന് പറയുന്ന പേരാണ് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ്. നമ്മൾ ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് 4 രീതിയിലുള്ള പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്. കോമൺ ആയിട്ട് ഇപ്പോൾ നമുക്കറിയാം, സ്ത്രീകളുടെ ഏജ് ഒരു 35-ന് മേലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റി വരാൻ ചാൻസ് ഉണ്ട്, ഈ ഡൗൺസ് പോലുള്ളത്. അപ്പം അങ്ങനെയുള്ള ഭയങ്കര ഒരു ഫാക്ടറാണ്. അപ്പം ഈ 35 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക്, ലേഡീസിന്
നമുക്ക് അവരുടെ IVF ICSI ചെയ്യുമ്പോൾ അവരുടെ എംബ്രിയോ നമ്മൾ 1-2 സെൽസ് എടുത്തിട്ട് അത് 1-2 വെച്ചാൽ നമ്മളൊരു 3-4 സെൽസ് എടുത്തിട്ട് അതിനെ ജനറ്റിക് ടെസ്റ്റിന് അയക്കാം. ഈ ജനറ്റിക് അബ്നോർമാലിറ്റി ഇല്ലാത്ത എംബ്രിയോ നമുക്ക് സെലക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അനൂപ്ലോയിഡ് റേറ്റ് കുറയ്ക്കാൻ പറ്റും. അതാണ് ഒരു തരത്തിലുള്ള ടൈം ലിമിറ്റ് ഉണ്ടോ എംബ്രിയോ ഫോം ചെയ്ത് ഇത്ര നമ്മൾ ഡേ സമയത്തിനുള്ളിൽ 5, അതായത് എംബ്രിയോയുടെ ഗ്രോത്ത് ഡേ 5 to 6 ഡേ 5 എത്തുമ്പോൾ ആണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. ആ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സെൽസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ഈ എംബ്രിയോ ബയോപ്സിക്ക് എടുക്കുന്നത്. കാരണം അതെ, കാരണം ബ്ലാസ്റ്റോസിസ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സെൽസ് മാത്രം എടുത്താൽ മതി. നമ്മൾ ഇത്രയും സെൽസ് റിമൂവ് ചെയ്യുമ്പോൾ അത് ആ എംബ്രിയോയെ ബാധിക്കുകയും ഇല്ല, അത് വീണ്ടും അത് ഗ്രോ ആയിക്കോളും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള സെൽസ് ജനറ്റിക് മെറ്റീരിയൽ കിട്ടുകയും ചെയ്യും, അത് എംബ്രിയോയ്ക്ക് ഡാമേജ് വരുത്തുകയും ഇല്ല. എന്നിട്ട് ഇത് ബയോപ്സിക്ക് അയച്ചിട്ട് നമ്മൾ റിസൾട്ട് അനുസരിച്ച് ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യാം. അതാണ് ഒരു തരത്തിലുള്ള PGT. പിന്നെ അല്ലാതെ തന്നെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രത്യേക അല്ലെങ്കിൽ മൂത്ത കുട്ടിക്ക് എന്തെങ്കിലും സിംഗിൾ ജീൻ ഡിസോർഡേഴ്സ് ഉണ്ട്, അപ്പം അങ്ങനെ ഇല്ലാത്ത ഒരു എംബ്രിയോ സെലക്ട് ചെയ്യാം. നമ്മുടെ സിംഗിൾ ജീനിൽ വരുന്ന ഡിഫക്റ്റുകൾ കൊണ്ടുവരുന്ന ഇപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഹിമോഫീലിയ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, അങ്ങനെയുള്ള പല കളർ ബ്ലൈൻഡ്നസ് അങ്ങനെയുള്ള ഡിസീസസ് ഒക്കെ ഉള്ളവർക്ക് ഉള്ള ബേബി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പേരൻസ് അതിൻ്റെ കാരിയർ ആണെങ്കിൽ നമുക്ക് എംബ്രിയോ ഫോം ആയിട്ട് ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഓട്ടിസം ഈ കാറ്റഗറി വരില്ല. ബട്ട് അതിൻ്റെ നമുക്ക് ജനറ്റിക് ഇവാലുവേഷൻ നടത്തിയിട്ട് നമുക്കത് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഉള്ള വേറൊരു ഇതാണ് നമുക്കിപ്പോൾ എൽഡർ ചൈൽഡ് HLA ടൈപ്പിംഗ് ഉണ്ട്. അതായത് എൽഡർ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് ഒക്കെ പറയുമ്പോൾ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരുമല്ലോ, അതിന് മാച്ച് ആയിട്ടുള്ള ഒരാളെ കിട്ടത്തില്ല. അപ്പം അത് ഈ ഒരു എംബ്രിയോ ഇതിന് മാച്ച് ആയിട്ടുള്ള HLA മാച്ച് ആയിട്ടുള്ള എംബ്രിയോ നമുക്ക് ഉണ്ടാക്കാം. മീൻസ് ഈ പേരൻസിൻ്റെ ഇത് വെച്ചിട്ട് എടുത്ത് എംബ്രിയോ ആക്കി അത് ആ ഒരു എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് ആ ഒരു കുട്ടി ആയിക്കഴിഞ്ഞാൽ മൂത്ത കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് വേറൊരു യൂസ്. പിന്നുള്ള ഒരെണ്ണം എന്ന് വെച്ചാൽ പല പ്രാവശ്യം അബോർഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഇത്തരം ചില ലേഡീസിൻ്റെ അല്ലെങ്കിൽ മെയിൽസിൻ്റെ ക്രോമസോമിൽ ചില ബ്രേക്കുകൾ, അതായത് ട്രാൻസ്ലൊക്കേഷൻസ്, ട്രാൻസ്വേഷൻ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ റോബർട്ട്സോണിയൻ ട്രാൻസ്ലൊക്കേഷൻ അങ്ങനെ കുറച്ച് മെഡിക്കൽ ടേംസ് ഉണ്ട്. അതൊക്കെ ഉള്ള എംബ്രിയോസ് നമ്മൾ ട്രാൻസ്ഫർ പറയുന്നത്. അതെ അതെ. അപ്പോൾ അതില്ലാത്ത എംബ്രിയോയും സെലക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ അബോർഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ IVF ICSI ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ടി വരുമോ? അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അതുപോലെ ഈ ഓവം പിക്കപ്പ് അല്ലെങ്കിൽ മറ്റേ സേമനം എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് സാധാരണ നോർമലി നമുക്കൊരു 2 days കൊണ്ടൊക്കെ നമ്മൾ റിക്കവർ ആവുമോ? അതോ ഒരുപാട് നാളതിന് വേണ്ടി മെഡിസിൻ എടുക്കുകയും അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്? പണ്ടത്തെ അപേക്ഷിച്ച്, അതായത് പ്രീവിയസ്ലി നമ്മുടെ ഇപ്പോഴത്തെ IVF പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് IVF ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ. പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായി ഒരു ലോങ് ബ്രേക്ക് കരിയറിൽ നിന്ന് എടുത്തിട്ടാണ് IVF ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ ഇഞ്ചെക്ഷൻസ് എല്ലാം പേഷ്യൻ്റ് ഫ്രണ്ട്ലിയാണ്. അവർക്ക് തന്നെ ഇഞ്ചെക്ട് ചെയ്യാവുന്ന ടൈപ്പ് സബ്ക്യൂട്ടേനിയസ് പെൻ ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് അത് വീട്ടിൽ വെച്ച് തന്നെ എടുക്കുകയും ചെയ്യാം. മോണിറ്റർ ചെയ്യാൻ 1 in 3 days OPയിൽ വന്ന് സ്കാനിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ പ്രൊസീജിയർ ചെയ്യുന്ന ദിവസം ഒരു ഡേ കെയർ ആണ്, അത് ചെയ്ത് സെയിം ഡേ തന്നെ പോകാം. അല്ലാതെ ലോങ് ടേം അഡ്മിഷൻ്റെ കാര്യമില്ല. അത് തന്നെയാണ് എംബ്രിയോ ട്രാൻസ്ഫറിനാണെങ്കിൽ തന്നെ ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം തന്നെ അധികം ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കുന്ന ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ചിലപ്പോൾ ചെറുപ്പത്തിലേ തൊട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ബുദ്ധിമുട്ട് അധികം വരുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടി പീരിയഡ്സ് ആവുന്നത് തൊട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും ഇൻഫെർട്ടിലിറ്റി വരാതിരിക്കാനായിട്ട്? അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണെങ്കിലും അവരുടെ ഹെൽത്തിൽ എന്തൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കും? ഇപ്പോഴത്തെ ഈ വർദ്ധിച്ചു വരുന്ന ഈ കറണ്ട് സിനാരിയോയിൽ കൂടി വരുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ പീരീഡ്സ് ഇപ്പോൾ റെഗുലറായിട്ട് വരുവാണെങ്കിൽ അത് റെഗുലറായിട്ട് വരാൻ അവർ ഒരു പ്രോപ്പർ ഹെൽത്തി ഡയറ്റ്, പ്രോപ്പർ എക്സസൈസ്,
സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റ്, ഇതെല്ലാം അത്യാവശ്യമാണ്. അത് മെയിലിനും ഫീമെയിലും ബാധകമാണ്. ചെറുതായിരിക്കും ചൈൽഡ് ആയിരിക്കുമ്പോൾ തൊട്ട് അങ്ങനെ ഒരു പ്രോപ്പർ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോപ്പർ സ്കൂളിൽ തൊട്ട് തന്നെ പ്രോപ്പർ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രോപ്പർ ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇൻഫെർട്ടിലിറ്റി കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മെയിൽസിലാണെങ്കിൽ ഇപ്പോൾ ഫീമെയിൽസിലും ഉണ്ട് അഡിക്ഷൻസൊക്കെ അവോയ്ഡ് ചെയ്യുക, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്, അതൊക്കെ കുറയ്ക്കാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി കുറയും. ഈ ആൽക്കഹോളും അതുപോലെ അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒക്കെ വല്ലാണ്ട് മോശമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം ആൽക്കഹോൾ ഇപ്പം സ്മോക്കിങ്ങിൻ്റെ കാര്യം എടുത്താൽ പാസീവ് സ്മോക്കിംഗ് പോലും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാണ്. കാരണം സ്മോക്ക് ചെയ്യുന്ന ആളല്ല, അടുത്തേക്കുന്ന ആൾക്ക് പോലും അത് ബാധകമാണ്. കാരണം ഈ സ്മോക്കിൻ്റെ ഇതിനകത്തുള്ള നിക്കോട്ടിൻ കണ്ടൻറ്റ് അത് ബ്ലഡ് സ്ട്രീം വഴി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് പോകും. ഇപ്പോൾ മെയിലാണെങ്കിൽ അത് ടെസ്റ്റിസിലെത്തി കഴിഞ്ഞിട്ട് ടെസ്റ്റിസിന് സ്പേംസിൻ്റെ കൗണ്ട്, മോട്ടിലിറ്റി എന്നിവയെ അത് ബാധിക്കുന്നു. അതുപോലെ തന്നെ സ്പേംസിൻ്റെ DNA ഡാമേജ് വരും. കാരണം കൗണ്ടും മോട്ടിലിറ്റിയും നോർമൽ ആണെങ്കിലും DNA അബ്നോർമൽ ആണെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ, അബോർഷൻ ഇതൊക്കെ കാരണമാകുന്നു. ഫീമെയിൽസിലാണെങ്കിൽ ലോങ് ടേം സ്മോക്കിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ ഈ നിക്കോട്ടിൻ ലെവൽ ഓവറിയൻ ടിഷ്യൂസിലൊക്കെ എത്തി ഹോർമോൺസ് ചേഞ്ചസ്, ഓവുലേഷൻ പ്രോബ്ലംസ്, റെഡ്യൂസ്ഡ് ഓവറിയൻ കപ്പാസിറ്റി തന്നെ കുറയും. കാരണം ഇന്നത്തെ ഇപ്പോൾ ഒരു തലമുറയിൽ തന്നെ നമ്മൾ ഈ ലേഡീസിന് പഴയ ആൾക്കാരോട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഓവറിയൻ റിസർവ് വളരെ കുറവാണ്. നോർമൽ ഒരു AMH എന്ന് പറയുന്ന, അതായത് ഓവറിയൻ റിസർവിൻ ടെസ്റ്റിംഗ് ആണ് ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ. അത് പല ലേഡീസിലും ഇപ്പം നോർമൽ അല്ല, കുറവാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ഈ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഇൻഹേൽ ചെയ്യുന്ന ടോക്സിക് ഏജൻസ്, ഫുഡിനകത്തുള്ള ഈ ടോക്സിക് ഫുഡിനകത്തുള്ള ഈ പെസ്റ്റിസൈഡ്സ്, അതെല്ലാം തന്നെ കെമിക്കൽസ് ആണ്, മൈക്രോ പ്ലാസ്റ്റിക്സ്, ഇതെല്ലാം തന്നെ ഫെർട്ടിലിറ്റിയെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ പെറ്റ്സില്ലേ, പെറ്റ്സിനെ വളർത്തുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹെയർ നമ്മുടെ മുക്കിക്കൂടി ഉള്ളിൽ ചെന്നാലോ അല്ലെങ്കിൽ വായിക്കൂടി ഉള്ളിൽ ചെന്നാലോ ഒക്കെ ഇൻഫെർട്ടിലിറ്റിക്ക് എന്തെങ്കിലും കാരണമാവുന്നുണ്ടോ? യൂഷ്വലി അത് അലർജിക് ആയിട്ടുള്ളവർക്ക്, അല്ലാതെ നമ്മൾ പെറ്റ്സിനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നില്ല. ചില ആൾക്കാർ മീൻസ് പെറ്റ്സ് അവരുടെ എന്തെങ്കിലും ഈ രോമങ്ങൾ അതൊക്കെ അലർജി ഉള്ളവർ സൂക്ഷിച്ചാൽ മതി, അതായത് ഫെർട്ടിലിറ്റിയുമായിട്ട് അതിന് ബന്ധമില്ല. നമുക്ക് ഇത്രയും നേരം ഒരുപാട് അറിവുകൾ മാം നമുക്ക് പകർന്നു തന്നു. താങ്ക് യു ഡോക്ടർ. ഇനി പ്രേക്ഷകരോടായിട്ട് മാമിന് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പം ഈ ഇൻഫെർട്ടിലിറ്റി വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അത് ലേഡീസിലാണെങ്കിലും മെയിൽസിലാണെങ്കിലും ഇൻഫെർട്ടിലിറ്റി വളരെയധികം കൂടി വരികയാണ്. ഇതിനെപ്പറ്റി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എല്ലാവരിലും എത്തേണ്ടത് ആവശ്യമാണ്. ഈ റീസൺസ് ഒക്കെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. പലരും ഒരു ഇൻഫെർട്ടിലിറ്റി ആണ് എന്നുള്ളത് അംഗീകരിക്കാനും അതിന് കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും മടിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി എപ്പോഴാണ് കറക്റ്റ് സമയത്ത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അവർക്ക് ഒരു കുഞ്ഞ് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതാണ്.